അഡ്വക്കേറ്റ് ടി ബി ബിനി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ടി ബി ബിനി, ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്ന ഇതിനെ പ്രതിയായ ദിലീപുമായിട്ട് ഒരു തരത്തിലും ബന്ധിപ്പിക്കേണ്ടതില്ല, പിന്നെ ഇതിന്റെ തെളിവ് മൂല്യമൊന്നും നഷ്ടപ്പെടുകയില്ല, ഇങ്ങനെ ആരെങ്കിലും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്ന് വെച്ച് എങ്ങനെയൊക്കെയാണ് ഈ വാദങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എന്തായാലും പരിശോധിച്ചു എന്നുള്ള കാര്യം സ്പഷ്ടമാണ്, അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു നടപടിയും അവർക്കെതിരെ ശുപാർശ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് വിശ്വസിക്കണം ഈ കോടതിയുടെ നടപടിയെ? രാഹുൽ ഈശ്വർ പറഞ്ഞത് 100% ശരിയാണ്. അപ്പൊ രാഹുൽ ഈശ്വറിനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. രാഹുൽ ഈശ്വർ ദിലീപുമായി ഒരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അതിജീവിത പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തിനാണ് പിന്നെ ദിലീപിന്റെ വക്കീലന്മാര് വന്നിട്ട് ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ കോപ്പി തരരുതെന്നും നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് തരരുതെന്നും കോടതിയിൽ അതിശക്തമായി എതിർക്കുന്നത്? ദിലീപിന് എന്താ ഇൻട്രസ്റ്റ്? ദിലീപിന് എന്ത് ഇൻട്രസ്റ്റ് ആണ് ഇതിലുള്ളത്? ദിലീപിന്റെ വക്കീലന്മാർക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്? കോടതിയിലെ സ്റ്റാഫ് ഒരാളുടെ കുത്തകയല്ല, അവർ കോടതിയിലെ സ്റ്റാഫാണ്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു കോമൺ കാര്യമാണ്. അത് പ്രത്യേകമായി ദിലീപിനെ സംബന്ധിച്ചോ ദിലീപിന്റെ വക്കീലന്മാരെ സംബന്ധിച്ചോ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചോ ഒന്നും മാത്രമുള്ള ഒരു വിഷയമല്ല. അതൊരു ക്രൈം ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടണം, അതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ പിന്നെ എന്തിനു വേണ്ടി ഈ ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ കോടതിയിൽ യാതൊരു ബന്ധവും ദിലീപിനില്ലെങ്കിൽ ദിലീപിന്റെ വക്കീലന്മാര് അതിശക്തമായിട്ട് ഈ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകുന്നതിനും ആ റിപ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് അതിജീവിക്ക് നൽകുന്നതിനും ഇവരെ ശിക്ഷിക്കുന്ന കാര്യത്തിലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് അവർ വരുന്നതിന്റെ കാരണം എന്താണ്? ശരിയാണ് ശ്രീ രാഹുൽ ഈശ്വർ, എന്തിനാണ് ഒരു പ്രശ്നവും ദിലീപിനില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനെ വാദിച്ച് വഷളാക്കുന്നത്? മിനി മാഡത്തിന് പെട്ടെന്നൊരു മിനി മാഡത്തെ വളരെയധികം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. യഥാർത്ഥത്തിൽ ചെയ്യുന്ന മിനി മാഡം എന്നല്ല, ദിലീപ് വിരോധികൾ ചെയ്യുന്നത് കേസിന്റെ ഫോക്കസ് തെറ്റിക്കാൻ ശ്രമിക്കുക, എന്തെങ്കിലും പിടിവള്ളി കിട്ടി ഈ കാര്യം പ്രലോങ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫിലിപ്പ് സാറാണ് ശ്രീ ദിലീപിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം അടക്കം സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും കേസിന്റെ പ്രധാന ട്രയലിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു മാസം മുമ്പുള്ള വിധി വേണ്ട, ഇത് ഞങ്ങൾ പറഞ്ഞല്ല, നമ്മൾ അതിനെ എന്തിനതിനെ ടച്ച് ചെയ്യണം? 118 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് വേറെയാണ്. അതും ഇത് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു സെപ്പറേറ്റ് ക്രൈമാണ്. ഇത് കോടതിക്കുള്ളിൽ കോടതി ഡോക്യുമെന്റ് കോടതിയുടെ സ്റ്റാഫ് ഇല്ലീഗലായിട്ട് ആക്സസ് ചെയ്യുകയും ഒരു പെൺകുട്ടിയുടെ പ്രൈവസിയെ അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്ന ഒരു കേസാണ്. അത് ഞങ്ങൾ വളരെ വ്യക്തമായി കോടതിയിലും ഹൈക്കോടതിയിലും പറഞ്ഞു, നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു. ഞങ്ങൾ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുന്നില്ല. ഈ മെയിൻ കേസുമായി ഇതിനെ ടച്ച് ചെയ്യേണ്ട കാര്യമേ ഇല്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ആഗ്രഹിച്ച ടാമ്പറിംഗ് ഓഫ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ മറികടന്നു. ഞങ്ങളെ സംബന്ധിച്ച് അത് കൗൺസിൽ സാർ തന്നെ അത് ഒറിജിനൽ സാധനം ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ മാർക്കും ചെയ്തു. ആ കേസിന് ഇത് ബാധിക്കുന്ന വിഷയമേ അല്ല. ഞാൻ ചോദിക്കട്ടെ അഡ്വക്കേറ്റ് മിനി ഒരു കാര്യം, അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഈ കണ്ട സ്ഥിതിക്ക് 3 തവണ ഇത് കണ്ട സ്ഥിതിക്ക് ഇതിൽ ടാമ്പറിംഗ് നടന്നിട്ടുണ്ട്, ഇത് ഒറിജിനൽ ദൃശ്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഭാഗത്തിന് വാദിക്കുവാനുള്ള അവസരം ഉണ്ടാകുമോ ഇതിനകത്ത്? അതിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ചെയ്തത്. പക്ഷെ അതിനെ ഞങ്ങൾ മറികടന്ന് അതിന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട് അതിന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല. മഞ്ജുഷ അല്ലേ മഞ്ജുഷ, ഞങ്ങളത് ആദ്യത്തെ ദിവസം തന്നെ ഈ കേസന്വേഷണത്തിന്റെ പുനരന്വേഷണത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ പുനരന്വേഷണത്തിന്റെ അവസാനിക്കാനായിട്ട് കോടതി തീരുമാനിച്ചപ്പോ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് തന്നെ അത് പറഞ്ഞ് ഈ മിറർ ഇമേജ് കറക്റ്റ് ഒറിജിനൽ മെമ്മറി കാർഡ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ഫോറൻസിക്കിലായിരിക്കണത്, അവര് സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും അതിന്റെ മിറർ ഇമേജ് ആണ് ഇപ്പോഴും ഈ ടാമ്പർ ചെയ്തു എന്ന് പറയുന്നത് മിറർ ഇമേജ് ആണ്. ആ മിറർ ഇമേജ് പുതിയത് കൊണ്ടുവന്ന് നമ്മൾ ഈ കേസിൽ മാർക്ക് ചെയ്ത് ഈ നടത്തിയ ടാമ്പറിംഗ് എല്ലാം പരിഹരിക്കപ്പെട്ട് അതുവഴി ഞങ്ങളുടെ കേസിനെ സംബന്ധിച്ച് ഇവരുദ്ദേശിച്ച് ടാമ്പർ ചെയ്ത സാധനം നടന്നിട്ടില്ല. പക്ഷെ നമുക്കറിയേണ്ടത് കോടതിയിൽ ഇത് വെച്ച സാധനം ടാമ്പർ ചെയ്യാൻ ആര് മുൻകെടുത്തു, ആരാണ് ഇത് ചെയ്തത്? രാഹുൽ, അപ്പോൾ ഉദ്ദേശം ഇതായിരുന്നു, ദിലീപിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടത്തി, അത് വിജയിച്ചില്ല. ഏതെങ്കിലും രീതിയിലല്ല, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറഞ്ഞ ഈ മെമ്മറി കാർഡ് ആയിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെ ഇല്ലാതാക്കുവാൻ അത് ടാമ്പർ ചെയ്യുവാനുള്ള ശ്രമം നടന്നു, അത് വിജയിച്ചില്ല. താങ്കൾ നേരത്തെ രാഹുൽ ചോദിക്കുകയുണ്ടായി ഇതുകൊണ്ട് ദിലീപിന് എന്താണ് പ്രയോജനമെന്ന്. ഇതായിരുന്നു ദിലീപിനുള്ള പ്രയോജനം. രാഹുൽ, ആദ്യം തന്നെ മിനി മാഡത്തിന് ഒരു വാക്കിന്റെ അഭിനന്ദനം കൂടി അറിയിക്കട്ടെ. ആദ്യം തന്നെ മിനി മാഡത്തിന് ഒരു വാക്കിന്റെ അഭിനന്ദനം, അത് മറികടക്കാൻ കഴിഞ്ഞല്ലോ. അപ്പൊ അതിന് ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ മാഡത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു കാരണവശാലും
ഒരു കാരണവശാലും ഇതിൽ പൾസർ സുനി അടക്കമുള്ളവർക്ക് അങ്ങനെ വാദിക്കാൻ പോലും ഒരു പഴുതു കൊടുക്കരുത്. പൾസർ സുനി അടക്കമുള്ള ഇതിൽ തെറ്റ് ചെയ്ത രാഹുലിനെ പോലുള്ള ഒരാള്, എനിക്ക് രാഹുലിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ രാഹുലിനെ പോലൊരാള് എന്ത് ചെയ്യരുത്, ഈ പെൺകുട്ടിയുടെ സ്വകാര്യതയെ പൊതു സമൂഹത്തിലേക്ക് ഈ രീതിയിൽ കൊണ്ടുപോയി അവരെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത കോടതിയുടെ സ്റ്റാഫ് അല്ല ദൈവം തമ്പുരാനായാലും അവരെന്ത് ചെയ്യണം, നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. ആളുകൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. ഒരു വരി മാത്രം പറഞ്ഞോട്ടെ, ഒരു ശക്തനായ ദിലീപ് സപ്പോർട്ടർ എന്ന രീതിയിൽ തന്നെ പറയുകയാണ് ഈ കേസിൽ ശ്രീ ദിലീപ് കുറ്റക്കാരനല്ലെന്നുള്ളതാണ് എന്റെ വാദം, വിശ്വാസം. പക്ഷേ ബാക്കി കുറ്റക്കാരുണ്ടെങ്കിൽ ഒരു വരി മാഡം അടക്കമുള്ളവരുടെ പരിശ്രമം കാരണം ഏതെങ്കിലും രീതിയിൽ ശ്രീ പൾസർ സുനി അടക്കമുള്ളവർ ഇത് ദുരുപയോഗം ചെയ്തൊരു പഴുതുണ്ടാക്കാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ അതിനെ അതിജീവിച്ചു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം. കാര്യം അതിജീവിതയ്ക്ക് ഹാനി ഉണ്ടാക്കിയ ആൾക്കാർ ആരെയും വെറുതെ വിടരുത്. നിയമ വിദ്യാർത്ഥി ഇത് പറയുന്നത് കേൾക്കൂ. പൾസർ സുനി എന്ന് പറഞ്ഞ ദേവൻ, അയാളാണ് ഈ കൃത്യം കമ്മിറ്റ് ചെയ്തത്. അയാളെ സംബന്ധിച്ച് അയാൾ നേരിട്ട് PW1 എന്ന് പറയുന്ന വിക്ടിം കണ്ടിരിക്കണു. പിന്നെ അയാളെ സംബന്ധിച്ച് അയാൾ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അയാൾ ഈ മെമ്മറി കാർഡൊന്നും അയാളുടെ വിഷയവുമല്ല. ഞാൻ പറഞ്ഞത് പൾസർ സുനി അടക്കം ശ്രീ ദിലീപ് ഇതിൽ ഭാഗമല്ലെന്നുള്ളത് മാത്രമാണ് എന്റെ വാദം, പൊതുസമൂഹത്തിലെ പലരുടെയും വാദം. അതുകൊണ്ട് ഇതിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്ത ഒരു വ്യക്തി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കരുത്, അതിനോട് പൂർണ്ണ യോജിപ്പാണ്. രണ്ട്, ശ്രീ ദിലീപിനോട് ബന്ധമില്ല. ശ്രീ ദിലീപിന്റെ മാഡം തന്നെ പറഞ്ഞതുപോലെ ശ്രീ ദിലീപ് മാഡത്തിന്റെ ചോദ്യത്തിന് ഉത്തരവാണ്. ഒരു വരി മാത്രം. ശ്രീ ദിലീപിന് വേണ്ടി ശ്രീ ഫിലിപ്പ് സാർ ഹാജരായി പല വാദങ്ങളും ഉന്നയിച്ചല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് സ്വീകരിച്ചില്ല. റിട്ടേൺ സബ്മിഷൻസ് എല്ലാം അതിജീവിതയ്ക്ക് കൊടുക്കണമെന്നും പറഞ്ഞു. May 30 കേസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി അടുത്ത കോഴ്സ് ഓഫ് ആക്ഷൻ എടുത്തോട്ടെ. പക്ഷേ ശ്രീ ദിലീപിന് നേരിട്ട് ബെയറിംഗ് ഇല്ല. മിനി മാഡം ഒരിക്കലും പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ബാക്കിയുള്ളവർ ഇത് ഉപയോഗിച്ച് കോടതിയെ കരിവാരിത്തേക്കാനോ കോടതിയെ സ്മിയർ ചെയ്യാനോ കോടതിയെ സംശയത്തിന്റെ പുകമറയിൽ നിർത്താനോ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മിനി മാഡത്തെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. കാര്യം അപ്രീഷിയേറ്റ് ആസ് എ ലോ സ്റ്റുഡന്റ് ഒരിക്കലും മിനി മാഡം അങ്ങനെ ഒരു വാദം മുമ്പോട്ട് വെക്കാറില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ച് മീഡിയയും മറ്റുള്ളവരും ഇത് കോടതിയുടെ വിശ്വാസ്യതയെ താഴ്ത്തിക്കെട്ടാനോ മറ്റെന്തോ മാനിപ്പുലേഷൻ നടന്നു എന്നോ ചിത്രീകരിക്കാനും പുകമറ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ എങ്ങനെയാണ് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ അല്ലല്ല ഇപ്പോൾ അതിജീവിത തന്നെ പറയുന്നുണ്ട് നീതിക്ക് വേണ്ടി കോട്ട കെട്ടി സംരക്ഷിക്കേണ്ട ജുഡീഷ്യറി, അവിടെ നിന്നാണ് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായത് എന്ന്. അതിലെന്താണ് സംശയം? അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ കോടതിയിലെ ജീവനക്കാർ തന്നെയാണ് തുറന്നു കണ്ടത്. അപ്പോൾ പിന്നെ വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നതാണോ? ഇല്ല, ആ കോഴ്സ് ഓഫ് ആക്ഷൻ മെയിൻ കേസിനെ ബാധിക്കില്ല. അത് മിനി മാഡം ബാധിക്കുന്നു എന്ന് പറഞ്ഞേ ഇല്ല. മിനി മാഡം ഇന്നലെ ഞങ്ങളുടെ ചർച്ചയിലുണ്ടായിരുന്നു, അവിടെയും ബാധിക്കില്ലെന്ന് എടുത്തു പറയുന്നുണ്ട്. അല്ല, അത് ബാധിക്കാത്തതിന് കാരണം ഇതാണ്, അതിനുള്ള സംരക്ഷണം അവിടെ പ്രോസിക്യൂഷൻ ചെയ്തു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബാധിച്ചേനെ. ഇപ്പോഴും രാഹുൽ പറയുന്നത് മെയിൻ കേസിനെ ബാധിക്കാത്തത് കൊണ്ട് ഇതിൽ പ്രശ്നമില്ല എന്നാണ്. പക്ഷെ അത് നിങ്ങളുടെ ശ്രമം കൊണ്ട് ബാധിക്കാതെ വന്നതല്ലേ? അല്ലെങ്കിലും ബാധിക്കില്ലായിരുന്നു. പക്ഷെ വാദത്തിന് വേണ്ടി എങ്ങനെ വാദം സമ്മതിക്കാം? അങ്ങനെ വലിച്ചൊടിക്കരുത്. അതായത് ഇതിനെ ടാമ്പർ ചെയ്ത് ഈ കേസ് പരിപൂർണമായും തകർക്കാനാണ് ശ്രമിച്ചത്. അത് ആ സമയത്താണ് ഈ പെറ്റീഷൻ ഇപ്പൊ നമ്മൾ ഈ IAക്ക് കൊടുത്തു എന്ന് പറയുന്ന WP ക്രിമിനൽ 445/22 എന്നൊരു പെറ്റീഷൻ ഞാൻ കൊടുക്കുന്നത്. അന്ന് നമ്മൾ ഇതിന് ഫോറൻസിലേക്ക് ഈ മെമ്മറി കാർഡ് അയക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫോർവേഡ് നോട്ട് കൊടുത്തിട്ട് അത് ചെയ്തില്ല. അത് ചെയ്യാതെ പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് തന്നെ ഹൈക്കോടതിയിലെ റിട്ടിൽ സമീപിക്കേണ്ടി വന്നു. അത് ഫോറൻസിക്കിലേക്ക് അയച്ചപ്പോ 3 പ്രാവശ്യം ടാമ്പറിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു. അതില് മെമ്മറി കാർഡ് ആസ് എ ഹോൾ അതില് ഇല്ലീഗൽ ആക്സസ് ഹാഷ് വാല്യൂവിന്റെ ചേഞ്ചും ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന്റെ മറ്റ് ഫയലുകൾ ഇല്ലീഗൽ ആക്സസോ ഹാഷ് വാല്യൂ ചേഞ്ച് ഇല്ല എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നു. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ആ ഉദ്ദേശം പകൽ പോലെ വ്യക്തമാണ്. ഈ മെമ്മറി കാർഡാണ് ഓൺലി തെളിവ് എന്ന് പറയുന്നത്. ആ മെമ്മറി കാർഡ് അത് ടാമ്പർ ചെയ്തതിന്റെ ഒരു രേഖ ഈ SFSLന്റെ രേഖ പോരാതെ CFSLന്റെ രേഖ കൊണ്ടുവന്നിട്ട് അത് ഞങ്ങൾക്കൊന്നും കോപ്പി തരാതെ ഈ പ്രതിയുടെ ഡിഫൻസിൽ മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രേഖയായിരുന്നു. ആ നിലയിൽ ഞങ്ങൾക്ക് ആർക്കും അറിയാതെ ഇത് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് മെമ്മറി കാർഡ് മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പൊ എന്തായി? ഈ ഡിഫൻസ് എവിഡൻസ് വരുന്ന സമയത്ത് ഇതിന്റെ ഹാഷ് വാല്യൂ മാറിക്കിടക്കാണെന്നും ഇത് ആ രേഖയല്ലാന്നും വന്ന് കേസ് പോയി. അങ്ങനെ പോകുന്നൊരവസ്ഥയിൽ നിന്നാണ് ആ സമയത്താണ് ഞാൻ ഇടപെടുന്ന ഈ കേസിൽ ലീഗലി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മള് അത്രയധികം ഈ രാഹുലുമായിട്ട് രാഹുല്
നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആർഗ്യ ചെയ്യണം, ഞാൻ എന്റെ ഭാഗം ആർഗ്യ ചെയ്യണം. ശരി ശരി, നന്ദി ശ്രീ ടി ബി ബിനു. എന്തായാലും ശരി, നന്ദി ശ്രീ ടി ബി ബിനി, നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. എന്തായാലും